പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ 96 മണിക്കൂർ കൊണ്ട് തകർന്നടിയുമെന്ന് പുതിയ റിപ്പോർട്ട് പ്രകാരം വെറും 4 ദിവസം ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള ആയുധം മാത്രമേ പാകിസ്ഥാന്റെ കൈവശമുള്ളൂ. വാർത്താ ഏജൻസിയായ ANI ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉക്രൈന് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി സഹായിച്ചത് മൂലമുണ്ടായ ആയുധ പ്രതിസന്ധിയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ ഉടനെ തന്നെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആയുധ സംഭരണത്തിൻ്റെ ഈ ദൗർബല്യം പുറത്തു വരുന്നത്. ഉക്രൈനുമായി നടത്തിയതുൾപ്പെടെയുള്ള ആയുധ കരാർ മൂലം ആവശ്യത്തിന് പടക്കോപ്പുകളും സൈനികോപകരണങ്ങളും സൈന്യത്തിന് ലഭ്യമാക്കാനുള്ള ശേഷി പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിക്കില്ല. മാത്രമല്ല, കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താത്തതിനാൽ ഉൽപാദനത്തിൽ ഒരു വർധനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ശക്തമായ ആയുധ നടപടികൾ നേരിടേണ്ടി വന്നാൽ 96 മണിക്കൂർ പിടിച്ചു നിൽക്കാൻ മാത്രമേ പാകിസ്ഥാന് സാധിക്കൂ. മെയ് 2 ഇക്കാര്യം പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി സംഘടനമുണ്ടായാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയിൽ പാക് സൈനിക നേതൃത്വത്തിനും ഭീതിയുണ്ട്. മുൻ പാകിസ്ഥാൻ സൈനിക മേധാവി ഖമർ ജാവേദ് ബജ്വയും മുമ്പ് ഇക്കാര്യം ഉന്നയിച്ചതാണ്. ഇന്ത്യയുമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നേരിടാനുള്ള ആയുധശേഷിയോ സാമ്പത്തിക ശേഷിയോ പാകിസ്ഥാൻ സൈന്യത്തിനില്ല എന്ന് ബജ്വ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയുമായി ഒരു സൈനിക സംഘർഷം മുന്നിൽ കണ്ടിപ്പോൾ അതിർത്തിയോട് ചേർന്ന് ഒരു അമ്യൂണിഷൻ ഡിപ്പോ പാകിസ്ഥാൻ സൈന്യം സജ്ജമാക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു.